ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സ്വയം സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്ന അധികം കാണാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഈസി ആയിട്ട് സ്പെഷ്യൽ ആയിട്ടൊരു നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു ചില്ലി ചിക്കനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്പീഡിലൊന്ന് കവർ ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് കണ്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2-3 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ച്ചോറിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മളൊരു പ്രത്യേക രീതിയിലൊരു അരപ്പ് തയ്യാറെടുക്കുന്നുണ്ട്. അത് 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 4 ഏലക്കായ, 2 കറുവാപ്പട്ട കഷ്ണം, പിന്നെ ഗ്രാമ്പു 3-4, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു സവോള നമ്മൾ ചേർത്ത് കൊടുക്കുക. മിക്സിയുടെ ആൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ബ്രൗൺ കളർ ആവുന്നു വേണം, ചെറുതായിട്ടൊന്ന് വഴറ്റി വരുന്നതാണ്. ചെറുതായിട്ട് വഴന്ന് നമ്മളിത് ചതച്ച് വെച്ചത് ഇതൊക്കെ കൂട്ടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കുക. ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളെ അരി ജീരകശാല റൈസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്, കുതിർത്തി വെച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക. 5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അരിയൊക്കെ അത്യാവശ്യം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ 5-10 മിനിറ്റ് നേരം. ഇനി അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന ലെവല് കണക്കിൽ നമ്മൾ 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനിരട്ടി വെള്ളം എടുത്തിട്ട് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങ ഒന്ന് അതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കുക. തിളച്ച് വന്നതിന് ശേഷം മൂടി വെച്ചിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുക. അതായത് വളരെ സിമ്മിൽ വെച്ചിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നേരം വേവിച്ച് കഴിഞ്ഞാൽ ഈ അരി നമുക്ക് വെന്ത് കിട്ടാം. ചില്ലി ചിക്കൻ ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ ചിക്കൻ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഇവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചൊക്കെയാണ്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, വിനീഗർ ഒരു 1/2 സ്പൂൺ, പിന്നെ ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ 1 മണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചൊക്കെ. ഇതിലേക്ക് 1 കോഴിമുട്ട പൊടിച്ച് വയ്ക്കുക. 2 സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ മൈദയും കൂടി നമ്മൾ ചേർത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലൊക്കെ നന്നായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുക. എന്നാൽ സൺഫ്ലവർ ഓയിലൊന്ന് അതിലേക്ക് നമ്മൾ ഓരോന്ന് ചെറിയ ചെറിയ പീസുകൾ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ അത് നെയ്ച്ചോറൊക്കെ നന്നായി വെന്ത് വറുത്തെടുത്ത് സവോള റോസ്റ്റ് ചെയ്തത്, പിന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് വെച്ചിട്ട് 5 മിനിറ്റ് നേരം മൂടി വയ്ക്കുക. അപ്പോൾ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്ത് എണ്ണയിൽ കോരിയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുക. സ്വല്പം വലിയ ക്യാപ്സിക്കം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 1-1.5 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. ഇത് ടൊമാറ്റോ സോസ്, 1.5 സ്പൂൺ ചില്ലി സോസ്, ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ കലക്കി വെച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ചില്ലി ചിക്കനൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് വീട്ടിൽ എല്ലാവരും കൊടുക്കുക.